ഈ വിദ്യാഭ്യാസം കൂടുമ്പോൾ വിവേകം കുറേ പറയില്ലേ, അങ്ങനെയുള്ള പുതിയ തലമുറയിലുള്ള ആൾക്കാർ വരെ ഇപ്പോഴും ഈ ഇന്ത്യയിലുണ്ട്. ഈ ഡിപ്രഷൻ, ആൻസൈറ്റി, OCD, ADHD ഇതൊക്കെ വെറും വാക്കുകളാണ്, ഇതൊക്കെ വെറും തമാശകളാണ്, ഇതൊക്കെ വെറുതെ എന്തിനാണ് വെറുതെ എന്നുള്ള ഒരു നിലയ്ക്ക് ആൾക്കാർ വെറുതെ പടച്ചു വിടുന്ന ഓരോ സംഭവങ്ങളാണ് എന്നാണ് ചില അധപ്പതിച്ച ആൾക്കാരുടെ ചിന്താഗതി. ഇനി അതിന് മെഡിസിനും കൂടെ എടുക്കുകയാണെങ്കിൽ ചിലർ പറയും ഇതൊക്കെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ലക്ഷറി കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളൊക്കെ വെറുതെ ഇത്രയും കാലം പഠിച്ചിട്ട് വെറുതെ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ വന്ന് ഇരിക്കാവൂല്ലേ? ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മളോട് എപ്പോഴും എല്ലാവരും ഹെൽത്ത് നോക്കണം, ജിമ്മിൽ പോകണം, നല്ല ഫുഡ് കഴിക്കണം, നല്ലോണം വെള്ളം കുടിക്കണം, എല്ലാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ ഇമോഷൻസിനൊന്നും ഒട്ടും വില തരാത്ത മാതിരിയാണ് ചിലരുടെയൊക്കെ വർത്താനം. പനി വന്നാൽ അത് മാറുന്നു നമുക്കറിയാം, എങ്കിലും ഇടയ്ക്ക് നമ്മളൊരു പാരസെറ്റാമോൾ എടുക്കില്ലേ, അതെന്തിനാ? ഒരാശ്വാസം കിട്ടാൻ. അതേമാതിരി തന്നെയാണ് നമ്മൾ ബോഡിക്ക് കൊടുക്കുന്ന ഒരു കെയർ നമ്മുടെ മൈൻഡിനും കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി ഇതൊക്കെ തമാശയാണ്, പൊട്ടത്തരാണെന്ന് പറഞ്ഞു നടക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അവനവൻ അനുഭവിക്കുന്നവരെ ബാക്കിയുള്ളവരുടെ എല്ലാ ബുദ്ധിമുട്ടും തമാശ മാത്രമായിരിക്കും. അതുകൊണ്ട് ഒറ്റയടിക്ക് ആൾക്കാർ ജഡ്ജ് ചെയ്യാതിരിക്കാനുള്ള ഒരു ബേസിക് മാനേഴ്സ് കാണിക്കും.